അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മുജാഹിദ് ബാലുശ്ശേരിയുടെ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ സ്ത്രീകളോട് നിങ്ങൾ എനിക്ക് സ്വർണം നൽകൂ, ഞാൻ നിങ്ങൾക്ക് സ്വർഗം പകരം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാഷണം നടത്തിയത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനിത് ചോദിക്കാൻ വേണ്ടി കാരണം, ആത്മീയതയുടെ മറപിടിച്ച് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ച് പാമര ജനതയെ പറഞ്ഞു പറ്റിച്ച് അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്ന പുരോഹിതന്മാർക്കെതിരെ സംസാരിക്കുമ്പോൾ അതിന്റെ കമന്റ് ബോക്സിലൊക്കെ വന്ന് മുസ്ലിയാക്കന്മാർ പറയാറുള്ള ഒരു കാര്യമാണ്, മുജാഹിദ് ബാലുശ്ശേരി സ്വർണം വേണോ സ്വർഗം വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്ത്രീകളെ പറ്റിച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംസാരം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമന്റുകൾ പലപ്പോഴും മുസ്ലിയാക്കന്മാരും ഇങ്ങനെ ഈ രീതിയിൽ പ്രചരിപ്പിക്കുന്നതായി കാണാറുണ്ട്. അവരുടെ സംസാരങ്ങളിലൊക്കെ ഇത് കാണാറുണ്ട്. ഇത് മുസ്ലിയാക്കന്മാർ ബാലൻസ് ഒപ്പിക്കാൻ വേണ്ടിയാണ് ഈ സംഭവം കൊണ്ടുവരുന്നത്. സത്യത്തിൽ മുസ്ലിയാക്കന്മാർ ചെയ്യുന്ന ആ പിരിവ് എന്ന് പറയുന്ന സംഭവം അത് ശരിക്കും പാമര ജനതയെ പറ്റിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് സാധാരണ നടക്കുന്ന ഒരു പിരിവിനെ കുറിച്ചാണ്. അതായത് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടിയൊക്കെ നടക്കുന്ന ഒരു പിരിവിനെ കുറിച്ചാണ്. എന്നാൽ മുസ്ലിയാക്കന്മാരെ ഞങ്ങൾ എതിർക്കുന്നത് എന്തിനെ കുറിച്ചാണ്? മുസ്ലിയാക്കന്മാർ ഈ രീതിയിൽ പിരിവ് നടത്തിയാൽ ഞങ്ങൾ അതൊക്കെ പറയാറുണ്ടോ? ഒന്നും പറയാറില്ല. അപ്പോൾ അവരൊരു പ്രഭാഷണം വെക്കുന്നു, അതല്ലെങ്കിൽ അവര് ഒരു പള്ളിക്ക് വേണ്ടി ഒരു പിരിവ് നടത്തുന്നു, അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുന്നു, എല്ലാവരും സാമ്പത്തികമായി സഹായിക്കണമെന്ന് പറയുന്നു. ഇതിനൊന്നും ആരും എതിർക്കുന്നില്ലല്ലോ. പക്ഷെ എതിർക്കുന്നത് എന്തിനാണ്? ആത്മീയതയുടെ മറ പിടിച്ചുകൊണ്ട് സലാത്ത് നഗറും അതുപോലെ തന്നെ ഓൺലൈൻ ഓഫ്ലൈൻ തട്ടിപ്പ് കേന്ദ്രങ്ങളും ജാറ വ്യവസായ കേന്ദ്രങ്ങളും ഒക്കെ ആയിക്കൊണ്ട് മുസ്ലിയാക്കന്മാർ നടത്തുന്ന തട്ടിപ്പുകളെയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോഴും പറയാറുള്ളത് എന്താണ്? അവിടെ യത്തീം ഖാനകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ചെലവിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ പള്ളി നിർമ്മാണത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയാണ് എന്നൊക്കെ മുസ്ലിയാക്കന്മാർ ന്യായം പറയാറുണ്ട്. അതിന് ആ രീതിയിൽ പിരിവ് നടത്തണം എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. അതല്ലാതെ ഇന്ന സ്ഥലത്തിൽ ഇത്ര പൈസ നേർച്ചയാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും എന്നൊക്കെ രീതിയിലുള്ള കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കരുത്, ആ രീതിയിൽ പിരിവ് നടത്തരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്നാൽ സഹോദരങ്ങളെ, മുസ്ലിയാക്കന്മാർ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഈ പ്രഭാഷണം ഫുള്ള് കാണിക്കാറുണ്ടോ? ഇല്ല. അത്രയും ഇത്രയും മുറിച്ചുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന ഏതാനും ചില സെക്കൻഡുകളിൽ മാത്രമുള്ള ക്ലിപ്പുകൾ കാണിച്ചുകൊണ്ട് ബാക്കി മുസ്ലിയാക്കന്മാരുടെ വക കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാറാണ് ചെയ്യാറുള്ളത്. എന്നാൽ അതിന് ഞാൻ ഇന്ന് തീരുമാനമുണ്ടാക്കുകയാണ്. മുജാഹിദ് ബാലുശ്ശേരി എന്താണ് പറഞ്ഞത് എന്നും അതിനെക്കുറിച്ച് പിന്നീട് എന്താണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് എന്നും മുജാഹിദുകൾ ഏത് രീതിയിലുള്ള പിരിവിനെയാണ് എതിർക്കുന്നത് എന്നും കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ് ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങളെ, 2-3 ദിവസം മുമ്പ് 27 രാവിലെ കണ്ടത്തിൽ കൊണ്ടുപോയി ഇരുത്തി സലാത്ത് മജ്ലിസിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന പുരോഹിതന്മാരെയും നാറ്റക്കോയെ പോലെയുള്ള, അതേപോലെ തന്നെ കുറെ എണ്ണം ഉണ്ടല്ലോ, അറിവിന്നിലാവ്, മദനിയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓൺലൈനിലാകട്ടെ ഓഫ്ലൈനിലാകട്ടെ ഇങ്ങനെയുള്ള ആത്മീയ തട്ടിപ്പ് കേന്ദ്രങ്ങളെ, ജാറ വ്യവസായ കേന്ദ്രങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറക്കി. ഇതിൽ നടത്തുന്ന സാമ്പത്തിക ചൂഷണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അതിന്റെ ചുവടെ ഷിഹാബ് പി എന്ന് പറയുന്ന ഒരു ചങ്ങാതി എഴുതിയ കമന്റ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം. എന്താണ്? ബാലു മൗലവി സ്വർണം തരുമോ സ്വർഗം തരാം എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയത് നീ കണ്ടില്ലേ പടു ജാഹിലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്നാൽ മൂത്ത ജാഹിൽ ആരാണ് എന്ന് കൃത്യമായി നമുക്ക് ഈ സംസാരത്തിന്റെ അവസാനം വരെ ശ്രദ്ധാപൂർവ്വം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്തായാലും മർക്കസ് എന്ന സർക്കസ് കൂടാരത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണ്. അലവി സക്കാഫിയെ പോലെയുള്ള, വഹാബ് സക്കാഫിയെ പോലെയുള്ള, പേരോട് സക്കാഫിയെ പോലെയുള്ള, മുളൂർക്കര സക്കാഫിയെ പോലെയുള്ള, നൌഷാദ് ഹസനിയെ പോലെയുള്ള, പകര ഹസനിയെ പോലെയുള്ള മുസ്ലിയാക്കന്മാരിൽ നിന്ന് മാത്രം ദീൻ കേൾക്കാൻ, അതായത് മുസ്ലിയാക്കന്മാർ ഛർദ്ദിക്കുന്നത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു ചങ്ങാതിയുടെ കമന്റായി മാത്രമേ ഇതിനെ ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ സത്യം മനസ്സിലാക്കുന്ന ആളുകൾ മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ വയലുകൾ നടക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഒരാഴ്ച ചിലപ്പോൾ 3, 4, 5 ദിവസം, ചിലപ്പോൾ 10 ദിവസമൊക്കെ ഈ രീതിയിൽ വയലുകൾ നടക്കാറുണ്ട്. അതിലൊക്കെ വലിയ രീതിയിൽ പിരിവുകൾ നടത്താറുണ്ട്. വയലുമായി ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പറയാറുള്ളത് തന്നെ എന്താണ്? അത് പള്ളിക്ക് കളക്ഷന് വേണ്ടിയാണ്, സാമ്പത്തിക സ്വരൂപണത്തിന് വേണ്ടിയാണ് എന്നൊക്കെയാണ് പറയാറുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അവിടെ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പിന്നെ ചില തേൻ കുപ്പി, അതുപോലെ തന്നെ ആപ്പിള്, അതേപോലെയുള്ള ചില സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാർ ലേലം വിളിക്കും. അവിടെ പ്രാർത്ഥനാ സദസ്സുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ സലാത്ത്, അതുപോലെയുള്ള ദിക്റുകൾ, കാര്യങ്ങളൊക്കെ ചെല്ലിപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ വേറെ ഉണ്ടാകും. ഇതിന്റെയൊക്കെ നേതൃത്വം കൊടുക്കാൻ പ്രത്യേക ആളുകൾ വരും. അവർ വലിയ രീതിയിൽ തന്നെ സാമ്പത്തികമായി പിരിവ് നടത്തും. പിരിവ് നടത്തുക എന്ന് പറഞ്ഞാൽ ലേലം വിളിച്ചും അതുപോലെ തന്നെ ആളുകളോട് പലതും പറഞ്ഞ് ആ രീതിയിൽ പിരിവ് നടത്താറുണ്ട്. അതൊക്കെയാണ് സത്യത്തിൽ നമ്മളൊക്കെ എതിർക്കുന്ന ഒരു വിഷയം.
നിങ്ങൾക്ക് പള്ളിക്ക് പിന്നെ കളക്ഷന് വേണമെന്നുണ്ടെങ്കിൽ പള്ളിന്റെ നടത്തിപ്പിന് വേണ്ടി സാമ്പത്തിക സ്വരൂപണത്തിന് വേണ്ടി ആ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളോട് കളക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അല്ലാതെ ജനങ്ങളെ പലതും പറഞ്ഞ് പറ്റിക്കുകയല്ല വേണ്ടത് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു കോഴിമുട്ടക്കൊക്കെ 10,000-ഉം 20,000-ത്തിനും ഒക്കെ ലേലം വിളിക്കുന്ന അങ്ങനെയുള്ള ആളുകളെ തന്നെയാണ് ഇവർ കൊണ്ടുവരാറുള്ളതും. മനസ്സിലായല്ലോ? അതുപോലെ നീട്ടിപ്പരത്തി കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഇങ്ങനെ പൊട്ടനാക്കിക്കൊണ്ട് ഹറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചൊക്കെ ആളുകളോട് സാമ്പത്തിക ചൂഷണം നടത്തുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള തട്ടിപ്പുകളെയൊക്കെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതല്ലാതെ പിന്നെ നിങ്ങളൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു, ഇപ്പോൾ ഒരു പ്രഭാഷണം സംഘടിപ്പിച്ചു, അതല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അവിടെ ഒരു ബക്കറ്റ് പിരിവോ അതല്ലെങ്കിൽ നിങ്ങളെ റെസീറ്റ് കൊണ്ട് പോയി പിരിക്കുകയോ അതല്ലെങ്കിൽ ആളുകളോട് നിങ്ങൾക്ക് പരമാവധി സഹായിക്കണം എന്ന രീതിയിൽ പറയുകയോ ഒന്നും ചെയ്യുന്നതിന് ആരും പറയാറില്ല സഹോദരങ്ങളെ. എന്നാൽ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതിനെ ക്ലിപ്പ് കാണിച്ചുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നടത്തുന്ന ഒരു കരിഞ്ചന്തയുണ്ട്, അത് നമുക്കൊന്ന് കാണാം. ഒരു മൗലവി മുജാഹിദിന്റെ ഒരു മൗലവി പ്രസംഗിക്കുന്നത് ഞാൻ നിർത്തുകയാണ്. മുജാഹിദിന്റെ ഒരു മൗലവി പ്രസംഗിക്കുന്നത് സുബ്ഹാനല്ലാഹ് എന്താ പറയുന്ന അറിയോ? ഓണംപാറ തങ്ങളെ ചങ്ങലക്കിടണം, കലിയിൽ തങ്ങളെ ചങ്ങലക്കിടണോ അത് വെച്ചു കൊടുത്താ മനെ. നിനക്കറിയുമോ മലപ്പുറത്തെ സലാത്ത് നഗറിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ സലാത്ത് നഗറിൽ എത്ര ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു? 62 ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു. ചാക്കിൽ കെട്ടിയിട്ടാണ് 1000-ന്റെ നോട്ട് ലോറി കയറ്റി കൊണ്ടത്. ചാക്കിൽ കെട്ടിയിട്ട് അവിടെ വരുന്ന 2-3 ലക്ഷം ജനങ്ങളോട് പറയാ ആ നിന്ന അത്രയും അടിക്കുള്ള പൈസ. അപ്പോ എറണാകുളത്ത് MG റോഡിൽ 60 ലക്ഷം റുപ്യ അവിടുത്തെ ഒരു സെന്റിന്. അപ്പൊ പാവപ്പെട്ടവൻ എറണാകുളത്തുകാരൻ അന്ന് നിന്ന സ്ഥലത്ത് എറണാകുളത്തിന്റെ വില എടുക്കണ എത്ര ഉണ്ടാവും? സത്യത്തിൽ സാധിക്കുമെങ്കിൽ യുവാക്കളോട് ഇത്തരം ആളുകളെ ചങ്ങലക്ക് പിടിച്ച് ബന്ധിപ്പിച്ചിട്ട് മരിക്കണവരെ ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുക, നല്ല ഡ്രസ്സ് അവിടുന്ന് കുളിപ്പിക്കുക, പുറത്തേക്ക് ഇറക്കരുത്. എന്നാൽ ഒരുപാട് ആൾ കേരളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ മനുഷ്യ സമുദായത്തിലെ ബഹുഭൂരിപക്ഷവും നരകത്തിലെത്തൂ. അപ്പോ ഖലീൽ തങ്ങൾ എന്താ വേണ്ടി? യുവാക്കളോട് മൂപ്പര് തീവ്രവാദം പഠിപ്പിക്കുക. മുജാഹിദിന്റെ യുവാക്കൾക്ക് പിടിച്ചു കൊണ്ടുപോയി ചങ്ങലൊക്കെ ഇട്ടിട്ട് ഭക്ഷണമൊക്കെ അവിടെ കൊണ്ടു കൊടുക്കണോ? ചങ്ങല കൊണ്ട് ഇടാണ്ട് തന്നെ ഭക്ഷണങ്ങളെ കൊണ്ട് നമ്മളവിടെ കൊണ്ടിരുത്തിക്കും. തങ്ങന്മാർക്ക് ഭക്ഷണം സർവ്വ മുജാഹിദികൾ കൊണ്ട് അവിടെ കാൽക്കൽ കൊണ്ടിരിക്കും. ഞങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇതേ ചങ്ങാതി ഇപ്പൊ 500 റുപ്യ പിരിവ് ചോദിക്കുന്നു, നിന്ന സ്ഥലത്തിന്റെ പൈസെങ്കിലും നിങ്ങൾ കൊടുക്കണോന്ന് പറയുന്നു. സഹോദരങ്ങളെ, ഇവിടെ പേരോട് നടത്തുന്ന കുറേ തട്ടിപ്പുകൾ നിങ്ങൾ ശരിക്കും ഒന്നുകൂടി വേണമെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കിക്കോ. ഓരോ വാക്കിൽ പോലും ഇയാൾ കാപട്യമാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായല്ലോ? മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ ഒരു ഓർഡറിൽ നിങ്ങൾ ശരിക്കും ഒന്നും കൂടി ആലോചിച്ച് ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന ദജ്ജാലി സംസാരിക്കുന്ന ഒന്ന് കേൾക്കുക. അത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കും ഇദ്ദേഹം കരിഞ്ചന്ത, തട്ടിപ്പ്, ദജ്ജാലിന്റെ പണിയാണ് ഇവിടെ എടുക്കുന്നതെന്ന്. മുജാഹിദ് ബാലുശ്ശേരി സലാത്ത് നഗർ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ സലാത്ത് നഗറിൽ നടക്കുന്നത് എന്താണ് എന്ന്. സലാത്ത് ചെല്ലിച്ചുകൊണ്ടാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത്. അല്ലാണ്ട് ഇപ്പം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരു പ്രഭാഷണം നടത്തിയിട്ട് അതിലൂടെ ഒരു പിരിവ് നടത്തുന്നതിനെ കുറിച്ചിട്ടൊന്നുമല്ലല്ലോ ഈ പറയുന്നത്. എന്നാൽ ഇവിടെ സലാത്തിന്റെ പേരും പറഞ്ഞ് പിന്നെ ആളുകളെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കേണ്ട ആളുകളെ കണ്ടത്തിൽ കൊണ്ടുപോയി ഇരുത്തി അവിടെ നിന്ന് നടത്തുന്ന കോടികളാണ് അതിൻ്റെയൊക്കെ കളക്ഷൻ എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അത് കേവലം 500 രൂപ നിങ്ങൾ എല്ലാവരും 500 1000 തന്നിട്ട് പിന്നെ നമ്മളെ സ്ഥാപനത്തിന് സഹായിക്കണം എന്നൊക്കെയാണോ പറയുന്നത്? അതല്ല, സലാത്തിന്റെ പേരൊക്കെ പറഞ്ഞാണ് നമ്മൾ കറാമത്തിന്റെ പേരിൽ ചില സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട്. അതൊക്കെ ഒന്നുകൂടി അതൊക്കെ കാണാനുണ്ട്. പേരോട് ബാക്കി കൂടി പറയട്ടെ. ഖലീൽ തങ്ങൾ പിന്നെ സ്ഥാപനത്തിന്റെ സംഖ്യ പിന്നെ എന്താ ഉണ്ടാക്കുക? മൂപ്പര് കട്ടുകൊണ്ടുവരാനാ? അല്ലെ ഇവരെ പോലെ സക്കാത്തിന്റെ പൈസ പിരിച്ചിട്ട് കൊടുക്കാനാ? അല്ലെ പലിശ വാങ്ങാനാ? പിരിവെടുക്കാന്നല്ലാതെ പലിശ വാങ്ങിക്കാനും സക്കാത്തിന്റെ പൈസ തിരിമ നടത്തുന്നതല്ല നിങ്ങളായിരിക്കും. ഞങ്ങളെ പേരിലേക്ക് അതൊന്നും വെച്ച് കെട്ടണ്ട. മനസ്സിലായല്ലോ? എന്ത് കള്ളത്തരവും പറയാൻ ഒരു നാണവുമില്ലാത്ത മനുഷ്യനാണ് ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബേജാറാണ്ട. ഇയാളുടെ സംസ്കാരം എന്താണെന്ന്, ഇയാൾ എതിരിലാണ് പ്രഭാഷണം നടത്തല് എന്നൊക്കെ മറ്റേ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരു മുസ്ലിയാർ കുറച്ച് ദിവസം മുമ്പ് സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതല്ലേ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കുറച്ചൊക്കെ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ബാക്കി മുജാഹിദ് ബാലുശ്ശേരിന്റെ ക്ലിപ്പ് കാണിച്ചിട്ടുള്ള തട്ടിപ്പാണ്. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇഷ്ടമുള്ളവരെല്ലാം അത് കൊടുക്കണോ? എന്റെ മൂപ്പര് എറണാകുളത്തുള്ള ആളെത്തിലായിരിക്കും കൊടുക്കാൻ. അതിന്റെ വയനാട്ടിലെ മലയിലുള്ള ആൾ ഇവൻ കാണാഞ്ഞേ അയാളെത്തിലായിരിക്കും കൊടുക്കുക. എറണാകുളത്തുള്ള എത്ര കൊടുക്കാൻ? എന്നാ ഇതേ മനുഷ്യൻ പെണ്ണുങ്ങളെ പീന്ന് കാണണോ? അതേ പ്രസംഗത്തിൽ ഇത് പള്ളിന്ന് പ്രസംഗിച്ചതാ, പള്ളിന്ന് റമദാനിൽ പ്രസംഗിച്ചാണ്. അതേ മനുഷ്യൻ അപ്രസംഗത്തില് മുജാഹിദിന്റെ പെണ്ണുങ്ങളെ പീന്ന് കാണണം. നിങ്ങൾക്ക് അതൊന്ന് വെച്ചു കൊടുത്താ മോനെ. പീഞ്ഞ് പൈസ ഉണ്ടാക്കുന്നത് പൈസ അല്ല, പൊന്ന്. സ്ത്രീകൾ പലപ്പോഴും
ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റ് ഉണ്ടേ അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയില്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്നിട്ട് കേട്ടോ, ഖലീൽ തങ്ങൾ സലാത്തി ചൊല്ലിട്ട് പിരിവെടുക്കുമ്പോ ഞങ്ങളൊക്കെ എടുക്കാറുണ്ട് പിരിവ്. ജനങ്ങളെ ഇപ്പൊ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഖലീൽ തങ്ങൾ സലാത്തി ചൊല്ലി പിരിവ് നടത്തുന്നു. ഞങ്ങളൊക്കെ നടത്താറുണ്ട്. ഇപ്പോൾ നമ്മളൊരു സലാത്ത് ചൊല്ലി പിരിവ് നടത്തുന്നത് എന്തിനാണ്? അതിനു വേണ്ടി പിരിവ് നടത്താൻ വേണ്ടി സലാത്ത് ചെല്ലുന്നതാണ്. മനസ്സിലായല്ലോ? പിരിവ് നടത്തി സലാത്ത് ചെല്ലുന്നതാണ്. ഇപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതിന്റെ തൊട്ടപ്പുറം ഇപ്പുറം കേട്ട് കഴിഞ്ഞാൽ എന്താണ് വിഷയം എന്ന് മനസ്സിലാവും. ഇതിനെക്കുറിച്ച് മുജാഹിദ് ബാലുശ്ശേരി തന്നെ പറയുന്ന സംഭവം നമ്മൾ കേൾക്കാനും പോകുന്നുണ്ട്. ഇദ്ദേഹം ഒക്കെ നടത്തുന്നത് തട്ടിപ്പാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും നിങ്ങൾ ഈ സംസാരം പൂർണ്ണമായി കേട്ട് കഴിഞ്ഞാൽ. നമുക്ക് അള്ളാഹിനോട് ദ്വാരക്ക, സ്വർഗം തരാനും നിങ്ങൾക്ക് നിയമത്ത് തരാനും രോഗമാനൊക്കെ ദ്വാരക്കാന്നേ പറയുള്ളൂ. ഇവരോ അങ്ങനെയാണോ പറയാറ്? ഇപ്പൊ ഇയാൾ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ സ്വർഗം നൽകണം എന്നും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയും അതുപോലെ രോഗം മാറാൻ വേണ്ടി അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കാറാണ് ചെയ്യാറുള്ളത്. ഇനി അദ്ദേഹം നടത്തുന്ന തട്ടിപ്പുണ്ടോ? ഓഫറാ മൗലവി പറയാ, സ്വർഗം വേണോ സ്വർണം വേണോ? മൂപ്പരെ ഏൽപ്പിച്ചാൽ ഇത് കൊടുക്കാനേ. സ്വർഗം കൊടുക്കാൻ ഏൽപ്പിച്ച മൗലവി സ്വർഗം വേണോ സ്വർണം വേണോ? തട്ടിപ്പ് കണ്ടോ? സ്വർണം വേണോ സ്വർഗം വേണോ? മുജാഹിദ് ബാലുശ്ശേരി അങ്ങനെയാണോ പറഞ്ഞത്? ആ ക്ലിപ്പിൽ ആ സംസാരത്തിൽ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ എന്താണ് അദ്ദേഹം പറയുന്നത്? നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യണം. മനസ്സിലായല്ലോ? ഇത് ദൈവപ്രവർത്തനത്തിനും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു കളക്ഷൻ എടുത്തതാണ്. ഒരു സംസാരത്തിൽ റമദാൻ ഒരു സംസാരത്തിൽ പേരോട് ദജ്ജാൽ എന്നെ പറയും, നമ്മൾ കേട്ടതാണല്ലോ. റമദാനിൽ നടത്തിയ പള്ളിയിൽക്കുള്ളിൽ നടത്തിയ സംസാരമാണ് എന്നൊക്കെ. അങ്ങനെ ഒരു സംസാരത്തിൽ ആളുകളോട് കാര്യങ്ങൾ പറയുന്നതാണ്. 5 പവന് അരഞ്ഞാണോ എല്ലാം ബക്കറ്റിലും കിട്ടോളി. ഇയാളാ പറയുന്നത് അതേ പ്രസംഗത്തില്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഒന്നും കൂടി കേട്ടോളി. ഇയാൾ എന്നെ പറയുന്നത് വലിയ പൈസയാണെങ്കിൽ എന്റെ അഡ്രസ് വാങ്ങിയിട്ട് എനിക്ക് അയച്ചു തന്നാ മതി. അതൊന്ന് കേട്ടോളി. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. മൂപ്പരായിട്ട് ബന്ധപ്പെട്ടിട്ട് അഡ്രസ് വാങ്ങിയിട്ട് അയച്ചു കൊടുക്കുക പെണ്ണുങ്ങള്. നല്ല കോളായി. കേട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു ടൂണും സംസാരമൊക്കെ. തനി ദജ്ജാലാണ് ഇദ്ദേഹം. തനി ദജ്ജാല് തന്നെയാണ് ഇദ്ദേഹം. ഇപ്പോ മുജാഹിദ് ബാലുശ്ശേരി പിരിക്കുന്ന എന്തിനാണെന്നൊക്കെ നമുക്ക് ശേഷം കേൾക്കാനുണ്ട്. നിങ്ങൾ വലിയൊരു സംഖ്യ ആണെങ്കിൽ അത് നിങ്ങളെ പിന്നെ ആ രീതിയിൽ ബന്ധപ്പെട്ട് പിന്നെ തരണം എന്ന രീതിയിലാണല്ലോ പറഞ്ഞത്. അതല്ലാതെ ചാക്കിൽ കെട്ടിക്കൊണ്ടാകാന്നൊന്നും പറഞ്ഞിട്ടല്ലോ. ഞാനത് വേറൊരു രീതിയിൽ കൊണ്ടുപോയിക്കോളാം. ഇയാൾക്ക് പുട്ടടിക്കാനൊന്നും അല്ലല്ലോ ഇത്. മുജാഹിദ് ബാലുശ്ശേരിക്ക് പുട്ടടിക്കാനൊന്നും അല്ല. ദേവാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിനാണ്. അങ്ങനെയുള്ള കളക്ഷൻ എടുക്കുന്നതിന് നമ്മളിപ്പോൾ ഒന്നും പറയുന്നില്ല. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അങ്ങനെ കളക്ഷൻ എടുക്കാറില്ലേ? പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഒരു പ്രോഗ്രാമിന് പിരിവ് നടത്തുന്നത് നമ്മൾ കണ്ടോ? ബക്കറ്റ് സദസ്സിന് പിരിവെടുക്കാനുള്ളതാ. പെണ്ണുങ്ങളെ എടുത്തു കൊടുത്തേക്കാൻ. സ്ത്രീകളൊക്കെ നല്ല സംഭാവന. സ്ത്രീകളെ പിയലല്ല ഇത് സ്ത്രീകളെ പിയൽ. നമുക്ക് പറഞ്ഞൂടെ? ഞാനൊന്നും പറയില്ല. ഇവരുടെ സംസ്കാരമല്ല ഞങ്ങൾക്ക് എന്നതുകൊണ്ട് ഞാനത് പറയില്ല. നല്ല സംഭാവന പരമാവധി. സുബ്ഹാനല്ലാഹ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആരെ ഓർമ്മ വന്നിട്ടുണ്ടോ? ഇതേ സ്റ്റൈലിൽ തന്നെയാണ് നാട്ടക്കോയയും പണിയെടുക്കല്. ഇവരുടെ ഒരു സ്റ്റൈലാണ്, മുസ്ലിയാക്കന്മാരുടെ സ്റ്റൈലാണ്. സുബ്ഹാനല്ലാഹ്, മാഷാഅല്ലാഹ്, വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഇതൊക്കെ ഇങ്ങനെ ഇടക്കിടക്കിടെ ഇടും. ഈ പൊട്ടന്മാർ വിചാരിക്കും ഇവര് ഭയങ്കര മുസാഫിന്റെ ഉറയാണ്. മനസ്സിലായല്ലോ? ഇവിടെ നടക്കുന്ന സ്ഥാപനങ്ങളും ദീനീ പ്രവർത്തനങ്ങളും ഒക്കെ അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ. അതിനെല്ലാവരും സഹകരിക്കണം. വെറും ആമീൻ പറഞ്ഞാൽ പോരാ, ആമീനും പറയണം. നല്ല സംഭാവന കൊടുക്കണം. ഓ സുഹൃത്തുക്കളെ, വസ്തുവകകളെല്ലാം കൊണ്ടുവന്ന് അപ്പോ പേരോട് പിരിവ് നടത്തുന്നത് നമ്മൾ ഇതിനൊന്നും എതിർക്കാല്ലേ. സ്ഥാപനങ്ങൾ നടത്തിപ്പിനും അതുപോലെ തന്നെ പള്ളിയുടെ നടത്തിപ്പിനും അതുപോലെ തന്നെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക കളക്ഷനൊക്കെ നടത്തുന്നത് സ്വാഭാവികമാണ്. ആ രീതിയിലൊരു കളക്ഷനാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്. മനസ്സിലായല്ലോ? അതിനെക്കുറിച്ച് മുജാഹിദ് ബാലുശ്ശേരി പിന്നീട് പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ എതിർക്കുന്നത് എന്തിനെക്കുറിച്ചാണ് എന്ന് പേരോടിന്റെ മകൻ തന്നെ നമുക്ക് പറഞ്ഞു തരും.
ഓരോ സ്ഥലത്ത് പോകും. അങ്ങനെ ഒരു സ്ഥലത്ത് പോയപ്പോ അവിടെയുള്ള സംഘാടകർ എന്നോട് പറഞ്ഞു, നല്ല പിരിവ് വേണം. എന്താ പറഞ്ഞത്? നല്ല പിരിവ് വേണം. ഞാൻ പറഞ്ഞു, സദസ്സിൽ നല്ല തരാൻ ആളുകളുണ്ട്, എനിക്കെന്താ ചോദിക്കുന്നത്? നമുക്ക് എന്തോ ചെലവുണ്ടോ? ഞാൻ ചോദിക്കാതെ. അപ്പൊ ഇവര് പറഞ്ഞു, അങ്ങനെ വേണ്ട, ചോദിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങൾ 4-5 ആളുകൾ റെഡിയാ, ഞങ്ങൾ 10,000, 20,000, 50,000 ഒക്കെ അങ്ങ് പറയൂ. തന്നാ ഞങ്ങൾ തരൂലട്ടോ, പറയും. ഞങ്ങളങ്ങ് പറയും സദസ്സിൽ നിന്ന്. അതൊരു പ്രചോദനമായിക്കോട്ടെ ഉസ്താദേ. ഞങ്ങൾക്കൊരു നല്ല സദസ്സിന്റെ ഇടയിൽ വലിയ പൈസ കൊടുക്കുന്ന ആളുകളാകാനും പറ്റും, നിങ്ങൾക്ക് പൈസ കിട്ടാനും കാരണം. ഞാൻ പറഞ്ഞു, എന്നെ അതിന് നോക്കണ്ട, ഞാൻ പേരോടിന്റെ മോനാണ്, എന്നെ അതിന് നോക്കണ്ട. അപ്പൊ ഇയാളെ മറുപടി, ഞങ്ങളെ സ്വന്തത്തിൽ ഉണ്ടാക്കിയതല്ല, ഞങ്ങളെ നാട്ടിൽ വയലിന് വന്നൊരു മുസ്ലിയേരി ഞങ്ങളെ പഠിപ്പിച്ച് തന്നതാ, നിങ്ങളെ തരണമെന്നില്ല. വയലിന് വന്ന മൊയ്ലിയാര് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളെ തരണമെന്നില്ല. വയലിന്റെ സദസ്സിൽ ജോറായിട്ട് തുടക്കത്തിൽ 50,000 പറഞ്ഞു തുടങ്ങിക്കോ, 1 ലക്ഷം പറഞ്ഞു തുടങ്ങിക്കോ, പിന്നെ നിങ്ങൾ കൊടുത്തില്ലെങ്കിലും സാരമില്ല. ഇപ്പൊ കേട്ടല്ലോ സഹോദരങ്ങളെ. ഇനി ഞങ്ങൾ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞോ, ഇല്ലെങ്കിൽ മുജാഹിദിന്റെ ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞോ, ഇല്ലെങ്കിൽ പ്രബോധകർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബേജാറാണ്ട ആവശ്യമില്ല. പേരോടിന്റെ മകൻ തന്നെ പറയുന്നത് എന്താണ്? ഞാൻ പേരോടിന്റെ മകനാണെന്ന് അവകാശവാദം പോലും ഉന്നയിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഇനി കൂട്ടുകൂല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇവരുടെ സ്റ്റേജിലേക്ക് മറ്റ് സംഘടനന്റെ ആൾക്കാരൊന്നും വരൂലല്ലോ, മറ്റ് സംഘടന ഉസ്താദ്മാർ ഇവർ പ്രസംഗിക്കാൻ കൊണ്ടുവരില്ലല്ലോ. ഇവരെ തന്നെ കണ്ടമാനം ഉണ്ടല്ലോ. ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഉസ്താദ് തന്നെയാണ് പ്രസംഗിക്കാൻ വേണ്ടി വന്നത്. എന്നിട്ടാണ് പറയുന്നത് 50,000 പിന്നെ 1 ലക്ഷം ഒക്കെ പറഞ്ഞോ, നിങ്ങൾ കൊടുക്കണമെന്നൊന്നുമില്ല. മനസ്സിലായല്ലോ? എന്നാൽ മറ്റുള്ളവരെടുക്കുന്നതൊക്കെ നല്ലോണം പിയ്യാ. ഇത് പിരിവ് നടത്താൻ വേണ്ടി പ്രത്യേക കൊട്ടേഷൻ കൊടുക്കുകയാണ്. ഈ രീതിയിലുള്ള തട്ടിപ്പുകളെയാണ് ഞങ്ങൾ എതിർത്തത്. അല്ലാതെ പേരോട് പറഞ്ഞ രീതിയിൽ, എന്നാൽ പേരോട് നടത്തിയ പിരിവിനെ പോലെയുള്ള പിന്നെ സാധാ നടക്കുന്ന പിരിവിനെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞത്. സദസ്സിൽ നിന്ന് ആളുകളങ്ങ് കുറെ തരും, അങ്ങനെ ഞങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൊരുത്തപ്പെടണം. പഠിപ്പിച്ചു കൊടുത്തതാ. അവര് പേര് പറയാൻ നോക്കി. ഞാൻ പറഞ്ഞു, ദയവ് ചെയ്തിട്ട് പറയരുത്, ബുദ്ധിമുട്ടിക്കരുത്, ദയവ് ചെയ്തിട്ട് പറയരുത്. അയാൾ അറിഞ്ഞുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല, അയാളെ പേര് കിട്ടിയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല, അയാളെ പേര് ഞാൻ എവിടെയും പറയാനില്ല. എവിടെയെങ്കിലും വെച്ച് ഞാൻ അയാളെ കാണുമ്പോ എന്റെ മനസ്സിലേക്ക് അത് ഓർമ്മ വരാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇങ്ങനെയില്ലേ ചില ആളുകള്. ഇതൊന്നുമല്ല കറാമത്ത്. ചില ആളുകൾ മനസ്സിലാക്കി ഇതാണ് കറാമത്ത് എന്നാണ്, ചിലർ മനസ്സിലാക്കിയത് ഇങ്ങനെ അത്ഭുതം കാണിക്കലാണ് കറാമത്ത് എന്നാണ്. വലിയ പിരിവ് കിട്ടുന്ന സസായ വലിയ കറാമത്തുള്ള വലിയരെ അങ്ങനെയാണോ? അല്ല, കറാമത്ത് എന്ന് പറഞ്ഞാൽ അതല്ല. അതുപോലെ ഫോണിൽ വിളിച്ച് ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ചെല്ലുമ്പോ തന്നെ എന്തൊക്കെയാണ് ആചാര്യ വിശേഷം? വീട്ടിൽ ഭയങ്കര പ്രയാസം അല്ലേ? വീട്ടിൽ ഭയങ്കര വിഷമാണ്. തുടങ്ങിയിട്ട് 1 കൊല്ലമായിട്ടുള്ളൂല്ലേ? ഭയങ്കര പറച്ചിലാണ്ട്. മൊയ്ലിയാർക്ക് ആര് പറഞ്ഞു കൊടുത്താന്നറിയോ? മുസ്ലിയാർക്ക് ആര് പറഞ്ഞു കൊടുത്താന്നറിയോ? മുസ്ലിയാരടുക്കലേക്ക് അയച്ചൊരു ചങ്ങാതിയുണ്ട്. അയാൾ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇയാളുടെ അവസ്ഥ. അപ്പൊ മൊയ്ലിയാർക്കൊന്ന് കറാമത്ത് കാണിക്കണം. വീട്ടിലേക്ക് വരുമ്പോ അയ്യാരോട് ചോദിക്കാണ്, 1 കൊല്ലായില്ലേ, ഭയങ്കര വിഷമാ അല്ലേ, മോളെ കാര്യം വലിയ ബേജാറല്ലേ, ടെൻഷനാകണ്ട. ഇങ്ങനെ പറയുന്ന ചില ഔലിയാക്കളില്ലേ, ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് ബലിയാണ് എന്ന് വിചാരിച്ച് ഉമ്മമാരെ അത്തരം ആളുകളെ സദസ്സിലേക്ക് പോയി ഇരുന്ന് ഈമാനും നശിപ്പിക്കാൻ പാടില്ല. ഇത്രേ ഞങ്ങളും പറഞ്ഞുള്ളൂ, ഇത്രേ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞുള്ളൂ. മനസ്സിലായല്ലോ? ഈ പറയുന്ന സാധനത്തെ ചങ്ങലക്കിടണമെന്ന് സമസ്തക്കാരോടാ പറഞ്ഞത്, അല്ലാണ്ട് മുജാഹിദുകളോടല്ല. നിങ്ങൾ യുവാക്കളെ, നാട്ടിലെ യുവാക്കളെ, നിങ്ങൾ ഇതിനെ പിടിച്ച് ചങ്ങലക്കിടുക, എന്നിട്ട് ഇരുന്നെടുക്കുക. എവിടെയാന്ന് കൊണ്ടുപോയിട്ട് ഇടുന്നത്, ആ ഇടുന്നെടുക്ക് ഭക്ഷണം കൊടുത്താൽ മതി. നിങ്ങളൊക്കെ ചങ്ങല പൊട്ടിച്ച് വന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ ഫ്രീ ആയി വിട്ട് കഴിഞ്ഞാൽ ഈ രീതിയിൽ ജനങ്ങളെ പറ്റിക്കും. അത്രേ പറഞ്ഞതുള്ളൂ. മനസ്സിലായല്ലോ? അതിൽ തീവ്രവാദം പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ പേരോട് പറയും നമ്മൾ കേട്ടല്ലോ. ഒരു മുജാഹിദ് ബാലുശ്ശേരി സ്ത്രീകളെ പിയ്യുന്നു. ഇവിടെ ഇദ്ദേഹവും പറഞ്ഞതാണ്, സ്ത്രീകളെ നിങ്ങൾ പോയി ഇത്തരത്തിലുള്ള ആളുകളുടെ സദസ്സിൽ ഇരുന്ന് കൊടുക്കരുത്. ഇനി നിങ്ങൾക്ക് അത് ഒന്നും കൂടി ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ദിവസം മുമ്പേ നടന്ന ഒരു എന്താണ് ഈ ഇതേ സലാത്ത്, നമ്മളെ വിവാദമായി ഇപ്പം പേരോട് പറഞ്ഞ അതേ സലാത്ത്, മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ അതേ സലാത്തിന്റെ മാർക്കറ്റിംഗ് കണ്ടോ? പേരോടിന്റെ മകനും പറയും, നമ്മൾ കേട്ടതാണല്ലോ. ജനലക്ഷങ്ങൾ മലപ്പുറത്ത് മഅദിൻ സ്വലാത്ത് നഗറിലേക്ക് ഒഴുകുകയാണ്. കാരണമെന്തേ? അവിടെ വലിയ സ്വലാത്ത് മജ്‌ലിസ്, അത്ഭുതകരമായ ഫലമുള്ള സ്വലാത്ത് മജ്‌ലിസ്. കേട്ടല്ലോ? ഒരു പ്രഭാഷണത്തിന്, ഒരു സമ്മേളനത്തിന്, ഒരു സ്ഥാപനത്തിന്, ജാറത്തിനല്ല, ഇവിടെ ഇങ്ങനെ കോളേജ് ഇങ്ങനത്തെ ഉണ്ടല്ലോ, അതിനൊന്നും ഈ രീതിയിൽ ആരെങ്കിലും പബ്ലിസിറ്റി ചെയ്തിട്ട് പിരിവ് നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ? ജാറത്തിന് പോരിശ പറയാറുണ്ട്, ചില വ്യക്തികൾക്ക് പോരിശ പറയാറുണ്ട്. അതാണ് പേരോടിന്റെ മകൻ പറഞ്ഞത്, വലിയ ഔലിയ വലിയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട്
പിന്നെ ഇങ്ങനെ വലിയ സംഭവമാക്കുന്ന, വലിയ കളക്ഷൻ എടുക്കുന്ന വലിയ ഔലിയ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഒരു സലാത്ത് മജ്‌ലിസ്, 27-ാം രാവിന്റെ ഒരു സലാത്ത് മജ്‌ലിസ്. ഞാനന്ന് തിരുവരങ്ങാടി താഴേച്ചനയിലാ നിൽക്കുന്നത്. സലാത്തിന്റെ തലേ ദിവസം എന്റെ നാട്ടുകാരനായ അബ്ബാസ് ഹാജി എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 10,000 രൂപ നാളെ തങ്ങളെ കയ്യിൽ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കോ, എന്റെ ശരീരം മൊത്തം വലിയ വേദനയാണ്, ഞാൻ വേദനയിൽ കിടന്നിവിടെ പെടയാണ്. അദ്ദേഹം മക്കത്ത് നിന്നാ വിളിക്കുന്നത്, വല്ലാത്ത പ്രയാസത്തിലാണുള്ളത്. ഉസ്താദിനോട് ഈ വിവരം പറയലോടെ 10,000 രൂപ നിങ്ങൾ സലാത്തിന് കൊടുക്കോ എന്ന് എന്നോട് ചോദിച്ചപ്പോ കേട്ടല്ലോ. സലാത്തിന് മൂപ്പർ മക്കയിലാണ് ഉള്ളത്. മക്കയിൽ നിന്നിട്ട് പിന്നെ എന്താണ് ഈ പറയുന്ന മലപ്പുറത്ത് നടക്കുന്ന സലാത്ത് നഗറിലേക്ക് 10,000 രൂപ കൊടുക്കണം. മൂപ്പർക്ക് ബോഡി പെയിൻ ആണ്, ഇത് മാറിക്കിട്ടാൻ വേണ്ടി നേർച്ചയാക്കുകയാണ്. ഇത് തട്ടിപ്പ് ആണ് എന്നാണല്ലോ ബാലുശ്ശേരി പറഞ്ഞത്. ഇങ്ങനെ ഈ രീതിയിൽ 10,000 വെച്ച് ഓരോരാളും പല രീതിയിലാണ് ലക്ഷങ്ങൾ കൊടുക്കുന്നവരുണ്ടാവും, ഒക്കെ കൊടുക്കുന്നവരുണ്ടാവും. അന്നേരം ബാലുശ്ശേരി ഈ പറയുന്ന തട്ടിപ്പിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അതല്ലാതെ പിന്നെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ പ്രഭാഷണത്തെ കുറിച്ചല്ലോ, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പിരിവ് നടത്തിയ ആ രൂപത്തിലുള്ള പിരിവിനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്. കൃത്യമാണല്ലോ. ഈ തട്ടിപ്പിനെ കുറിച്ചാണ് മുജാഹിദുകൾ പറയുന്നത്. വെറുതെ പറയുന്നതെന്നല്ല, നിരവധി തെളിവുകൾ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് പോയിട്ടുണ്ട്, സ്ത്രീകളെ ഭാഗത്തേക്ക് ഒരു കുട്ടി ബക്കറ്റുമായി വരുന്നുണ്ട്. എന്തിനാണ്? മത്സ്യക്കച്ചവടം ചെയ്യാനല്ല. പിന്നെ സ്റ്റേജിൽ ഭരിക്കണ തങ്ങൾ പാപ്പാനെ വെറുതെ വിടാൻ പറ്റുമോ? ഭയങ്കരക്കാരനാണ്. തങ്ങന്മാരെ നല്ലോ നമ്മൾ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കാൻ പറ്റൂല, ഹറാമാണ്. അവർക്ക് നമ്മൾ ഹദിയ കൊടുക്കാനേ പറ്റുള്ളൂ. ഹദിയ കൊടുക്കുമ്പോ കുറച്ച് കൊടുത്താൽ മുത്തല് പിന്നെ കുടുംബത്തെ മോശാക്കലേ. പിന്നെ മുനീർ വാക്കൽ ഉസ്താദിന്റെ മോളെ കല്യാണം ചൊവ്വാലിന് വരിക. 40 പവൻ സ്വർണം ചുരുങ്ങിയത് കൊടുക്കണം, അതിന് 16 ലക്ഷം. 40 പവൻ സ്വർണം ചുരുങ്ങിയത് കൊടുക്കണം, അതിന് 16 ലക്ഷം. ഇത് ഏത് മതസ്ഥാപനാണ്? പറക്കുറാഫികളെ, ഏത് മതസ്ഥാപനമാണ്? ഇപ്പൊ ഈ പറഞ്ഞ തങ്ങള് ആരാണ് ഇയാളൊക്കെ? പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ മകൻ പറഞ്ഞ അവളെ മനസ്സിൽ ശരിക്കും ഓർമ്മയുണ്ടാകണം. ഈ തട്ടിപ്പിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അപ്പൊ ഈ ചൊവ്വാൽ എന്ന് പറഞ്ഞാൽ റമദാൻ കഴിഞ്ഞാൽ കല്യാണമായി. അപ്പൊ ഉസ്താദിന്റെ മോൾക്ക് നമുക്കൊരു 3 പവൻ സ്വർണം വാങ്ങാനുള്ള കാശയും കൊടുക്കണ്ടേ? അങ്ങനെ ചിന്തിക്കുമ്പോ നല്ലൊരു സംഖ്യ ചെലവാക്കണം. അപ്പൊ അടുത്തത് കേൾക്കാം. 1555 റുപ്യ ഈ തേന് ചെറിയ കുട്ടിയാക്ക് കൊടുക്കുക. നല്ല വിവരം ഉണ്ടാവും, ഹാഫിളീങ്ങളായി കിട്ടും. ഈ കുപ്പി തേൻ കൊടുത്തു കഴിഞ്ഞാല് നല്ല വിവരം കിട്ടും. തേൻ കൊടുത്താൽ വിവരം കിട്ടോ? ഹാഫിളീങ്ങളായി കിട്ടോ? ഖുർആൻ പഠിക്കാൻ തന്നെ വേണ്ട, എന്നാൽ ഹാഫിളായാല്. ഞാനൊരു താത്ത എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങള് ചാവക്കാട് ബർദാൻ തങ്ങളെ മക്കാമിൽ വന്നിട്ട് വയർന്നു പറഞ്ഞപ്പോ അവിടെ ഒരു തേന്റെ കുപ്പി ഞാൻ 1550 വാങ്ങിയിരുന്നു. എന്റെ മകൻ ഈ കഴിഞ്ഞ കൊല്ലം ഹാഫിളായി ഇറങ്ങി. അപ്പൊ അതുകൊണ്ട് ഇതന്നെയാണ് മാർക്കറ്റിംഗ് ചെയ്യുക. കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് തങ്ങന്മാരാണെന്നും വലിയ സംഭവമാണ് എന്നും പച്ചശാളൊക്കെ ഇട്ടുകൊണ്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുക തന്നെയാണ് ഇവർ ചെയ്യുന്നത്. നിങ്ങളെ മക്കള് ഹാഫിളീങ്ങളാകാൻ, ബുദ്ധി കൂടാന്, നാവിന്റെ വിക്ക് മാറാന്, നിങ്ങളെ മുട്ടുവേദന മാറാന്, നിങ്ങൾക്ക് ഊരവേദന മാറാന് 1555 റുപ്യ ആരാ സംഭാവന തരിക? അൽഹംദുലില്ലാ. എന്താ മോന്റെ പേര്? ബദരീങ്ക പാപ്പ. നിങ്ങൾ ഇവിടെ പാരസരമാട് ചെയ്യാനാ? എന്നിട്ട് എന്താ നിങ്ങൾ മുണ്ടാതൊക്കെ ഉണ്ട്? അടുത്തത് കണ്ടോ, അതേ സാധനം തന്നെ. മുതുകാടിന്റെ മാജിക് അല്ല ഇത്. നിങ്ങൾ എന്ത് ചെയ്യാ? 786 റുപ്യ. വലിയ വില അല്ലത്. കണ്ടാ? 786. നേരത്തെ കണ്ടതെന്താണ്? നേരത്തെ നമ്മൾ കണ്ടെത്ര 1555 രൂപ. എന്ത് കണക്കാണ് ഇതൊക്കെ? ഇതൊക്കെ തട്ടിപ്പാണ്. ഇതാണ് ബാലുശ്ശേരി പറഞ്ഞത്, ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. 3333 കുറച്ച് കൊടുക്കാറില്ല. ഇത് ഏർവാടിയിലൊക്കെ 3339 കുറച്ച് കൊടുക്കാറില്ല. വരുന്നത് പാവങ്ങളല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ എന്നാൽ ഏർവാടിയിൽ നിന്ന് വരുന്നതാണ്, പാവങ്ങളല്ലേ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. എന്താക്കാൻ പാടില്ല, ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. ആരാള് കഞ്ഞിക്ക് സഹായിക്കുന്ന മഹാൻ എന്താ പേര്? അബ്ദുറഹ്മാൻ. അൽഹംദുലില്ലാ. അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ പേരാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവരെ സംസാരം നിങ്ങൾ ഫുള്ള് ശ്രദ്ധിച്ചോ? ഈ രീതിയിലാണ്
അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല പേരാ, മാഷാ അള്ളാഹ്, സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ഇടക്കിടക്കെ പറയും. കേട്ട നല്ല തന്നെയാണ്, ഇതൊന്നും തെറ്റ് എന്നല്ല, ഈ പറയേണ്ടത് തന്നെയാണ്. പക്ഷെ ഇവർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പറ്റിക്കാൻ വേണ്ടി. അതിങ്ങനെ ഇവർക്ക് ജീവിതത്തിൽ ഇങ്ങനെ ചിലതിങ്ങനെ അലിഞ്ഞു പോകുന്ന പറയുന്നില്ലേ, ഇവർക്കിങ്ങനെ ഒരു ആദത്തായ ഒരു കാര്യമാണ് ഇതൊക്കെ. 86 രൂപ വേഗം വരണം, വിളിക്കാൻ ടൈമില്ല. ഒരു വട്ടം 2 വട്ടം ആവുമെന്ന് ഇവിടെ പറയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഫുള്ള് ഞാൻ ഒന്ന് കൊണ്ടുപോകും കേരളത്തിലേക്ക്. ഞാൻ അവിടെ കൊണ്ടേ കൊടുത്താൽ ജനങ്ങൾ ക്യൂ പാലിക്കുക അവിടെ. ആ സ്ത്രീ കൊടുത്തോ, പേരൊക്കെ എഴുതി വെച്ചോ. 786 രൂപ. ഹാജരെ പേരെന്താ? മൊയ്തീൻ കോയ. അൽഹംദുലില്ലാ. നിങ്ങൾ മലപ്പുറം ജില്ലക്കാരനാ? കൊണ്ടോട്ടില്ല. ഞങ്ങളെ കീശ്ശേരി ദർശനത്തിനും കീശ്ശേരി മുന്നിൽ ബാക്കി തന്നാൽ മതി. ആ ഉമ്മക്ക് ഇന്ന് കഴിഞ്ഞാ 786. അതെ 200 രൂപ ബാക്ക് വരുന്നുണ്ട്. ലാസ്റ്റ് വരും സാർ. വേറെയുണ്ട്, ഊതി വിട്ടതാണിപ്പോ, ശൂലം വിട്ടതല്ല. ഇത് വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നതിൽ ഭാഗ്യവാന്മാരെ കയറും. ഇത് മൂല്യം വെറുതെ വരില്ല. എന്റെ നമ്പർ ഞാൻ ഫോൺ നമ്പർ തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ആ ആരാ മോനെ പേരെന്താ? ഞാനിവിടെ കൊടകിലാണ്. ആ ഞാൻ വാതിലൊന്നും കൊടകില്. അപ്പൊ എല്ലാരും വിഷമം മനസ്സിൽ കരുതിക്കോളി. ഇവിടെ മറവിട്ട് കിടക്കുന്ന ഏർവാടിയിലുള്ള മുഴുവൻ മഹാന്മാരും ഞാൻ ഹാജറാക്കിയിട്ടതായിരിക്കുക. എല്ലാ മശൈഖന്മാരുടെ ഹദത്തിൽക്കാൻ നമ്മൾ ചൊല്ലിയ എല്ലാരെയും ഹാജറാക്കിയിട്ടാണ് കാത്ത് ഇതുവരെ ഇവിടെ നടന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരും അതിന് താഴ്ന്നിട്ട് പണണ്ടെന്നാണ്ടെങ്ക ഉപയോഗിച്ചവരും ഭക്ഷണം ഉണ്ടാക്കിയവരും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചവരും അരി കൊടുത്തവരും മാംസം കൊടുത്തവരും സ്റ്റേജ് കെട്ടിയവരും കഞ്ഞി വെച്ചവരും എല്ലാ ഹെൽപ്പ് ചെയ്ത ആളുകൾക്ക് വേണ്ടി ഒക്കെ ദ്വാരക്കുകയാണ്. അടുത്തത് നമ്മൾ ദ്വാരക്കല്ലേ. റജബ് 27 അല്ല റജബ് 27 റജബ് മാസമാണ് അല്ലെ, മുത്തുനബി ദ്വാരുന്ന മാസമാണ്. എല്ലാ സദസ്സിലും ബർക്കത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒന്നുണ്ട് കൊടുക്കാൻ. ഞാനിങ്ങനെ പൈസ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ വിഷമാലുണ്ടല്ലോ. ഞാനിങ്ങനെ പൈസ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ വിഷമാലുണ്ടല്ലോ. എല്ലാ മാസവും ചോദിക്കാണ്. കൂവപ്പൊടി ഉണ്ട്. ഒരു കൊല്ലത്തിന്റെ ഇടയിൽ അല്ലെ മുത്തുനബി ബർക്കത്തിന് വേണ്ടി ദ്വാരുന്നതാണ്. ആ ബർക്കത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. അടുത്ത റജബിന്റെ ഇടയിൽ ഒരു 4444 ഉറുപ്പ്യ കൊടുക്കാം. ഇതെന്താണ് 4444 രൂപ? മന്ദബുദ്ധികളെ ഒന്ന് പറ, എന്തിനാണ് കാസിമി നിങ്ങളെ പൊട്ടന്മാരെ എന്നൊക്കെ വിളിക്കുന്നത്? വെറുതെ അല്ലാന്നും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പറ്റുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ കൈബന്ധിച്ചാൽ ഒറ്റ ആള്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ, അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ. അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ, അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ എന്നല്ല, നിന്റെ പോക്കറ്റ് നിറയട്ടെ എന്നാ നിന്റെ മനസ്സിൽ ഞങ്ങൾക്കറിയാം. ഇത് അടുത്തത്, ആ സഹോദരിയുടെ വീട്ടിൽ വേല ചെയ്യുന്ന ഒരു സഹോദരി സുന്യ അഥവാ വഹാബിയായ ഒരു സഹോദരിയുടെ വീട്ടിൽ വേല ചെയ്യുന്ന ഒരു പെണ്ണ് സുന്യ ഈ പരിസരത്തുള്ളതാണ്, തള്ളാണ്. അങ്ങനെ ഈ സഹോദരിക്ക് വഹാബിയായ ഈ സഹോദരിക്ക് കുട്ടികൾ ഉണ്ടാണില്ല. കല്യാണം കഴിഞ്ഞ് ഒരുപാട് ആയി. അങ്ങനെ അവിടെ വേല ചെയ്യുന്ന സഹോദരിക്ക് നമ്മുടെ മജ്ലിസുൽ അഹ്ദിലിയെ കുറിച്ച് അറിയാം. അതിൽ പങ്കെടുക്കുന്ന ഉമ്മയാണ്, സഹോദരിയാണ്. ആ സഹോദരി പറഞ്ഞു കൊടുത്തു നമ്മൾ തങ്ങൾ. അതിനിടയിൽ ഒരു കാര്യം, ഒരു വഹാബിച്ച് പെണ്ണെടുക്കുകയാണ് പോകുന്ന ആര്? ഖുറാഫിച്ച് പെണ്ണ് പണിയെടുക്കാൻ വേലക്ക് പോകുന്നത്. അങ്ങനെ പോകാൻ പറ്റുമോ? നിങ്ങളെ കൗമിന്റെ ഒരു അവസ്ഥ, നിങ്ങളെ ടീം പറയുന്നത് വഹാബിയോടൊക്കെ പണിക്ക് പോകാൻ പാടില്ല, വഹാബിയോട് സലാം പറയാൻ പാടില്ല, വഹാബിയോടുമായി യാതൊരു രീതിയിലും ബന്ധവും സ്ഥാപിക്കാൻ പാടില്ല. എന്നിട്ട് അങ്ങനെ പോയൊരു കഥ വലിയ ഗമയോടെ പറയുകയാണ്, കള്ളത്തരം പറയാണ്. ഖുറാഫി താലയിക്കെട്ടും കെട്ടി പച്ച ഷാളൂട്ട് വന്ന് മൈക്കിന്റെ മുമ്പിൽ ഇരുന്നിട്ട് മുമ്പിലിരിക്കുന്ന മന്ദബുദ്ധികളാണെന്നുള്ള ധാരണയിൽ തന്നെയാണ് പറയുന്നത്. ജനങ്ങളെല്ലാം കഴുതകളെ, ചില കഴുതകളുണ്ട്, അതാണ് കാന്തപുരത്തിന്റെ പിന്നാലെ എന്ന് പണ്ട് മറ്റേ ഷംസുലുലമ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറില്ലേ? അതുപോലെ തന്നെ മുമ്പിലിരിക്കുന്ന കഴുതകളാണ് എന്നുള്ള ധാരണയിലാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ കേട്ട് ബായും പൊളന്നിങ്ങനെ ഇരിക്കും. വീട്ടിൽ മജ്ലിസ് ഉണ്ട്, അതിലേക്ക് നമുക്ക് 1000 ഉറുപ്പിക കൊടുക്കാൻ വേണ്ടി നേർച്ചയാക്കാം. എന്നാൽ എനിക്ക് കുട്ടികളുണ്ടായിക്കോളൂ എന്ന് പറഞ്ഞപ്പോ ആ സഹോദരി കളിയാക്കി പരിഹസിച്ചു എന്ന് മാത്രല്ല, ചെറിയ രൂപത്തിൽ ആ വേലക്കാരത്തിയായ പെണ്ണിനെ ചീത്തയും പറഞ്ഞു. കുറെ പഴക്കള വേലക്കാരത്തി ആയതുകൊണ്ട് നജ്ജ് തരണ്ട, ഞാൻ കൊടുത്തോണ്ട് എനിക്ക് കുട്ടികളുണ്ടായാലാ. അത്ഭുതമെന്ന് പറയട്ടെ, 2 മാസങ്ങൾക്ക് മുമ്പ് ആ വേലക്കാരത്തി കാശിന്റെ അടുത്ത് കൊണ്ടുവന്ന് തരാം. എന്താ പറഞ്ഞെന്നറിയങ്ങള്? ആ വഹാബിയത്തായ സഹോദരി ഗർഭിണിയായി. ഞാനൊന്നും പറയുന്നില്ല. പിന്നെ
ഈ ഖുറാഫിയുടെ നടത്തിയ തട്ടിപ്പണ്ടില്ലേ, ഒരാള് നേർച്ചയാക്കുമ്പോ അയാളുടെ മനസ്സിൽ ഇപ്പൊ ആർക്കാണോ അതിന്റെ ഫലം വേണ്ടത് അവരാണല്ലോ നേർച്ചയാക്കേണ്ടത്. വേറെ ആരെങ്കിലും നേർച്ചയാക്കലുണ്ടാ? ആർത്തെ പണിക്കാർ ഈ ഒരാൾക്ക് വെറുപ്പുള്ള ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു നേർച്ചയുണ്ടോ? ഒരാൾക്ക് ഇന്നത് ചെയ്യുന്നത് വെറുപ്പാണ്, എന്നിട്ട് അതിന്റെ പേരിൽ മറ്റൊരാള് ആ വെറുക്കുന്ന ഒരാൾക്ക് വേണ്ടി മറ്റൊരാള് കാര്യങ്ങൾ ചെയ്യലോ. കളവ് ഇങ്ങനെ വെച്ചടിക്കന്നെ, ജനങ്ങൾ വിശ്വസിച്ചോളും, കൗമ് വിശ്വസിച്ചോളും. വേലക്കാരത്തി ഉണർത്തി ഗർഭിണിയായല്ലോ, ഇനി പൈസ കൊടുക്കണ്ടേ, അജ്ജ് തരൂലെങ്കിൽ ഞാൻ കൊടുത്തോളാം, നിങ്ങളൊരു പണിയൊന്നും പറഞ്ഞാണെങ്കിൽ അതാ നിങ്ങൾ എനിക്ക് വേണ്ടി കാശ് കൊടുക്കണ്ട, ഈ കാശ് കൊണ്ടേ കൊടുത്തല്ലേ. ആ കാശ് 2 മാസം ഇവിടെ കൊണ്ടുവന്നു. തട്ടിപ്പണ്ടില്ലേ? ഈ രീതിയിലാണ് ആളുകളെ ഈ കുബൂരികൾ പറഞ്ഞ് പറ്റിക്കുന്നത്. അടുത്തത് കണ്ടോ, നൗഫൽ മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് വിളിച്ചു. വിദ്യാസമ്പന്നനാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്, മാന്യമായ ജോലി കിട്ടണം, പല ഇന്റർവ്യൂവിലും പങ്കെടുത്തു. എനിക്ക് വിളിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തത് ഈ മജ്ലിസാണ്. ഈ മജ്ലിസിലേക്ക് ഒരു കിൻഡൽ നെയ്ച്ചോറിന്റെ ബിരിയാണിന്റെ അരിന്റെ കാശ് നേർച്ചയാക്കാൻ വേണ്ടി പറഞ്ഞു. കേട്ടില്ലേ? ഇതാണോ പിരിവ്? ഇത് പിരിവാണോ? അതിലേക്ക് 4000 രൂപ ഇപ്പം മാസ്റ്റർ വന്നിട്ട് തരാണ്. ഇന്നലെ പണി ശരിയായി. കണ്ടങ്ങൾ കറക്റ്റ്. ഞാൻ അതിന് അത്ഭുതപ്പെട്ടു പോയി. ഇന്നത്തെ മജ്ലിസിലേക്ക് അത് നേർച്ചയാക്കി കൊടുത്തു. ഇന്നലെ പണി ശരിയായി. ആ 4000 രൂപയാണ് മാസ്റ്റർ ഇപ്പം ഏൽപ്പിച്ചത്. നിരവധി ഉണ്ട് ഇതുപോലെ. 313 രൂപ, 3313 രൂപ. മനസ്സ് വെച്ചുകൊണ്ട് നിങ്ങളോട് ചോദിക്കട്ടെ, ഉമ്മയെ ഓർത്തവർ, വാപ്പയെ ഓർത്തവർ ഈ സദസ്സിൽ ഉമ്മാക്ക് ദുആ ചെയ്യണം, വാപ്പാക്ക് ദുആ ചെയ്യണം എന്ന് താല്പര്യമുള്ള ആരാണ്? ഒരാളൊന്ന് കൈപൊക്കിയിട്ട് 3313 രൂപ എന്റെ ഉമ്മാക്കും വാപ്പാക്കും ദുആ ചെയ്യാൻ ഞാൻ നൽകാം ഉസ്താദെ എന്ന് പറയും. ഇത് പിരിവാണോ? ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ ഗഫിർലി അബീ, അല്ലാഹുമ്മ ഗഫിർലി ഉമ്മി എന്ന് പ്രാർത്ഥിക്കാൻ ഏറ്റവും യോഗ്യനാരാണ്? സ്വന്തം മകൻ തന്നെയാണ്. പിന്നെ ഈ കഴുതകൾക്ക്, ദജ്ജാലുകൾക്ക്, തമ്മാടികൾക്ക്, കുബൂരികൾക്ക് എന്തിന് പൈസ എണ്ണി കൊടുക്കണം? ഇത് പിരിവാണോ? ഇത് മതസ്ഥാപനത്തിന് വേണ്ടിയുള്ള പിരിവാണ്. ഇങ്ങനെയാണോ പിരിവ് നടത്തുക? നേരത്തെ തന്നെ ജാഹിലേ എന്ന് വിളിച്ചില്ലേ, അവനോട് അടക്കമാണ് ചോദിക്കുന്നത്. ഇങ്ങനെയാണോ പിരിവ് നടത്തുക? അല്ലാഹു അക്ബർ. ഒരു സുഹൃത്ത്, രണ്ടാമതൊരാള്, മൂന്നാമതൊരാള്, നാലാമതൊരാള്, അല്ലാഹ് സ്വീകരിക്കട്ടെ. അഞ്ചാമതാരാ പറയാ? 4 ആൾക്ക് വേണ്ടി ഇയാൾ എന്നാക്കും? ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കും. 5ാമത്തെ ആളെ പെരതയാണ്, അവർക്കും വേണ്ടി ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ. ബാക്കിയുള്ള മൊയന്തുകൾക്കോ പൈസ ഇല്ലാത്ത പാവങ്ങൾക്കോ പ്രാർത്ഥനയില്ല, അവരുപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥനയില്ല. 3313 രൂപ, അതെന്ത് കണക്കാണ്? ഇതെന്ത് പിരിവാണ് ഖുറാഫി? ഇതെന്ത് പിരിവാണ്? 3313 നമ്മുടെ അധ്യക്ഷനും അൽഹംദുലില്ലാഹ് അല്ലാഹ് കബൂലാക്കട്ടെ. ആറാമതാരാ പറയാ? ആറാമത് മറ്റൊരു ചെറുപ്പക്കാരൻ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഏഴാമതാരാ? 7 മറ്റൊരു ഇതിങ്ങനെ കുറേ പോകുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. 3600 നേരത്തെ ചങ്ങായി തന്നെയാണിത്. 3600 എന്തിന്? കുട്ടികൾ ഉണ്ടാകാൻ. ഇങ്ങനെ ഓരോരോ കാരണങ്ങളെ കുട്ടികൾ ഉണ്ടാകാൻ, രോഗം മാറാൻ, പ്രയാസം നീങ്ങാൻ, ഉപ്പാക്കുമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അല്ല, പേര് കാണാൻ പറ്റൂല, പേര് വെക്കണോ? ഷഫീഖ്. അപ്പൊ നിങ്ങൾക്ക് 3 കുട്ടികളുണ്ടാവും. ഇവനാ തീരുമാനിക്കുന്നത് 3 കുട്ടികൾ ഉണ്ടാവുന്നു. ഒരു കൊല്ലം പാടെ കഴിയാം. എണ്ണം പറയുന്നുണ്ടല്ലേ, 3 കുട്ടികൾ ഉണ്ടാവും. ഇവനല്ല തീരുമാനിക്കുന്നത്, ദജ്ജാല്. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ കുറിച്ചാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇപ്പോ ഇതിൽ നമ്മൾ കണ്ടത് എന്താണ്? പിന്നെ രോഗം മാറാൻ, കുട്ടികളില്ലാത്തവർക്ക് ജോലി ലഭിക്കാൻ, ഇങ്ങനെയൊക്കെ നേർച്ചയാക്കാൻ വേണ്ടി പറയുകയാണ്. മനസ്സിലായല്ലോ? എന്നിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത്, നമ്മൾ ആ സ്ഥാപനം നടത്താനല്ലേ, ഈ സ്ഥാപനത്തിന് വേണ്ടിയല്ലേ, മറ്റേതിന് വേണ്ടിയല്ലേ, ഇതിനല്ലേ വേണ്ടിയല്ലേ? ഇപ്പോൾ നമ്മൾ പള്ളിക്ക് പിരിവ് കൊടുക്കാറുണ്ട്, അതേപോലെ തന്നെ പിന്നെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പിരിവ് കൊടുക്കാറുണ്ട്. നമുക്ക് അതിന് കൃത്യമായി ഇന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പിരിവ് നടത്തുന്നതെന്ന് അറിയാം. എന്നാൽ മുട്ട ലേലം വിളിക്കുമ്പോൾ ആ മുട്ടക്ക് 15,000-നും 20,000-നും ലേലത്തിന് ഞാൻ പണം എടുത്തു കഴിഞ്ഞാൽ പള്ളിക്ക് പൈസ കൊടുത്ത കൂലി എനിക്ക് കിട്ടുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ കൂലി നമുക്ക് കിട്ടുമോ? ഇല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിന് പൈസ കൊടുക്കുന്നു. ഞാൻ ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്, ഞാൻ ഒരു കോളേജിന് ഞാൻ സാമ്പത്തിക സഹായം നൽകുന്നു, അതിന്റെ നടത്തിപ്പിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്നു. എന്നാൽ അതിന്റെ പേരാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാർ ഇപ്പോൾ നമ്മൾ കണ്ട കുറെ പിരിവുണ്ടല്ലോ, ആ രൂപത്തിലൊരു പിരിവ് നടത്തുന്നു. അതിലേക്ക് ഞാൻ എന്നാക്കുന്നു, ഒരു തേന്നി 1444 രൂപ, ഇല്ലെങ്കിൽ 3333 രൂപ എന്ന രീതിയിൽ ഞാൻ കൊടുക്കുന്നു.
ആ കൊടുത്തു കഴിഞ്ഞാൽ പള്ളിക്ക് ഇല്ലെങ്കിൽ സ്ഥാപനത്തിന് പൈസ കൊടുത്ത കൂലി എനിക്ക് കിട്ടുമോ? അതല്ല ആ തേൻ മേടിച്ചതിന്റെ കൂലിയാവുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവരിവിടെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്, പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് മുജാഹിദ് ബാലുശ്ശേരി എന്താണ് പറഞ്ഞത്, മുജാഹിദ് ബാലുശ്ശേരി തന്നെ അതിനെക്കുറിച്ച് പിന്നീട് വിശദീകരിച്ചൊരു വീഡിയോ ഉണ്ട്. അത് നമുക്കൊന്ന് കാണുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കുറിച്ച് ക്ലിപ്പിംഗ് ഇട്ട് ഇങ്ങനെ തെറ്റിദ്ധരിപ്പെടുത്ത യുവാക്കളൊക്കെ അവരുടെ കയ്യിലൊക്കെ ഉണ്ടാവും ഒരു ക്ലിപ്പിംഗ്. സ്വർണം വേണോ സ്വർഗം വേണോ കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. AP ഉസ്താദുമാർ ഇങ്ങനെ അയച്ചു കൊടുക്കുക പറയും ബാലുശ്ശേരി പറയണട്ടോ, സ്വർണം കൊടുത്താൽ മൂപ്പര് സ്വർഗം കൊടുക്കൂന്ന് പറഞ്ഞിട്ട് ആ ക്ലിപ്പിംഗ് പോലും ഇല്ല. അങ്ങനെ അതാണ് വേറെ രസം. ആ ക്ലിപ്പിംഗ് പൂർണ്ണമായിട്ട് കേൾക്കും, അതുമില്ല. എന്താ ക്ലിപ്പിംഗ് മക്കളെ? നിങ്ങളെ കേസറ്റിന് അപ്പുറപ്പുറം കേട്ട ഞെട്ടിപ്പോവും. എന്താ സംഭവം എന്നറിയോ? നിങ്ങൾ കേട്ടോളൂ. നിങ്ങളുടെ ഉസ്താദുമാരുടെ ഒരു കള്ളത്തരത്തിന്റെ കണക്കെന്താ? എന്താ പറഞ്ഞേ? സ്വർഗം വേണോ സ്വർണം വേണോ എന്ന് ഞാൻ ചോദിച്ചില്ല. എന്താ സംഭവം? നിങ്ങൾ കേൾക്കേണ്ടത് എന്താണ്? സ്വർണം വേണോ സ്വർഗം വേണോ എന്നുള്ളത് മാത്രമാണ് കേൾപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നതറിയോ? മുജാഹിദ് ബാലുശ്ശേരിക്ക് സ്വർണം കൊടുത്താല് മൂപ്പര് സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഉസ്താദിന് നട്ടല്ലില്ലട്ടോ. അത് ഞാൻ ആദ്യം പറഞ്ഞത്. അത് ഉണ്ടാണോ? അതുള്ള ആൺകുട്ടികൾ നിങ്ങൾ മുജാഹിദുകളിൽ കാണുന്നുണ്ട്. അപ്പുറം ഇപ്പുറം ഒന്ന് ഇടാൻ പറയൂ നിങ്ങൾ ഉസ്താദിനോട്. നിങ്ങൾ ആ ഇടുന്ന ക്ലിപ്പിങ്ങിന്റെ അപ്പുറം 1 മിനിറ്റ് ഇപ്പുറം 1 മിനിറ്റ്. ഞാൻ പറയുന്നു നിങ്ങൾ തല്ലിക്കൊല്ലേ അയാളെ. ഇഞ്ചാതി കള്ളനാ മുസ്ലിയാരേത്. എന്താ അവിടെ പറയുന്നത് എനിക്ക് കേട്ടോളിട്ടോ മക്കളെ, നിങ്ങളൊന്ന് കേട്ടോളി. എറണാകുളത്തെ ഈദ്ഗാഹിലും സാൽവേഷന്റെ ഗൾഫ് രാജ്യത്തെ കളക്ഷനിലും നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ അവസാന ഭാഗം. എന്താ സംഭവം? നിങ്ങൾ കേട്ടോളിട്ടോ. ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാൻ. ഏതാ ഹദീസ്? അത് നിങ്ങൾ പഠിച്ചോളൂ. ഈദ്ഗാഹില് പെരുന്നാൾ ദിവസം റസൂൽ നടത്തിയ ഒരു സംഭവം പറയുന്നത്. എന്ത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളോട് പ്രത്യേകമായി സദക്ക ചെയ്യാൻ കൽപ്പിച്ചു. സദക്ക ചെയ്യാൻ നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചു. ഈ സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ ഭാര്യ, പഠിച്ചോളി നിങ്ങൾ ഉസ്താദുമാരുടെ കള്ളം പറയാത്ത ഉസ്താദുമാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ ഭാര്യ വീട്ടിലേക്ക് പോയി സ്വർണ്ണം എടുത്ത് കൊണ്ടുവന്ന് ദാനം ചെയ്യാൻ. അബ്ദുല്ലാഹി മസ്ഊദ് ചോദിച്ചത് എങ്ങോട്ടാ? എനിക്ക് സ്വർഗം കിട്ടാനാ ഞാനത് ദാനം ചെയ്യുന്നത്. റസൂല് പറഞ്ഞില്ലേ സ്വർണം ദാനം ചെയ്യാൻ? സൂറത്ത് ആൽ ഇംറാനിൽ പറയുന്നത് സ്വർണം കെട്ടിപ്പൂട്ടി വെച്ചവർ അവരുടെ മുഖത്ത് ചൂട് വെക്കപ്പെടും നരകത്തിൽ നിന്ന് ഈ സ്വർണം കൊണ്ട്. എന്നിട്ട് ഇതൊക്കെ വിശദീകരിച്ചിട്ട് പറയാ എന്ത്? സ്ത്രീകളെ എത്രത്തോളം ആ വിഷയം ഉണ്ടെന്നറിയോ? അതൊക്കെ കേട്ടാ നിങ്ങൾ ഞെട്ടിപ്പോവും. ഉസ്താദുമാർ അള്ളാനെ പേടിക്കുന്നില്ല കൂട്ടരെ. അതിലെന്താ? പെണ്ണുങ്ങളെ നിങ്ങൾ വെച്ച പല്ല് പോലും നിങ്ങൾ മരിച്ചാ അയച്ചെടുക്കും. നിങ്ങൾ കെട്ടിപ്പൂട്ടി കൊടുക്കാതെ അള്ളാന്റെ മാർഗത്തിൽ ദാനം ചെയ്യാതെ വെച്ച മുഴുവൻ സ്വർണവും നിങ്ങൾ മരിച്ചാ ബാക്കിയുള്ളവർ അനന്തരെടുക്കൂ. നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ ആ സ്വർണം പടച്ചോന്റെ മാർഗത്തിൽ ദാനം ചെയ്താ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. എന്നിട്ട് ചോദിക്കാണ് സ്വർഗം വേണോ സ്വർണം വേണോ? ഞാൻ സ്വർഗം കൊടുക്കാൻ നല്ല കൂട്ടരെ. ഈ സ്വർണ്ണം അള്ളാന്റെ മാർഗത്തിൽ ദാനം ചെയ്ത നിങ്ങൾക്ക് സ്വർഗം കിട്ടും. നിങ്ങൾക്ക് സ്വർണം മതിയോ? ആ സ്വർണ്ണം ഇങ്ങനെ കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ച് മരിച്ച് അത് ബാക്കിയുള്ളവർ അനന്തരെടുത്ത് നരകത്തിലാണോ കൊണ്ടത്? നിങ്ങളെ സ്വർണ്ണം റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് സ്വർഗമാണോ ഉള്ളത്? അത് ചോദിച്ചിട്ടാണ് നിങ്ങളെ തൊലിക്കട്ടിയുള്ള മുസ്ലിയാക്കന്മാരുടെ ചോദ്യം. എന്ത്? ഞാന് സ്വർണം തന്നാ സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞു. എന്റെ പൊന്നു മുസൽമാനെ, നിങ്ങൾ ഉസ്താദുമാരെ നിങ്ങൾ മനസ്സിലാവും. എന്താ അത്? മനസ്സിലായി നിങ്ങൾക്ക്? ഇവര് ചെയ്യുന്ന വലിയ അത് ഇവിടെയും ചെയ്യൂട്ടോ. ഈ കഴിഞ്ഞ ദിവസം മുസ്ലിങ്ങൾ വരെ ഞങ്ങളെ എതിർത്തു. അപ്പോൾ കേട്ടില്ലേ സഹോദരങ്ങളെ, മുസ്ലിയാക്കന്മാർ നിങ്ങളെ പറ്റിക്കുകയാണ്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് വിഷയം വേറെയാണ്. അങ്ങനെയുള്ള പിരിവുകൾ നിങ്ങളെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പിരിക്കുന്നത് നമ്മൾ കണ്ടു. അതിനൊന്നും ആരും ഒന്നും പറയുന്നില്ല. അത് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടോ ഇല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മാന്യമായുള്ള ഒരു പിരിവാണ്. എന്നാൽ നിങ്ങളെ ആളുകൾ നടത്തുന്ന പലതും നിങ്ങൾ കണ്ടല്ലോ, പല കോലത്തിലുള്ള നിങ്ങൾ കണ്ടല്ലോ. ഇതൊക്കെ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയാണ്, ചതിക്കാൻ വേണ്ടിയാണ്. അവരുടെ സാമ്പത്തിക കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായല്ലോ? പല കാര്യങ്ങളും നമ്മുടെ പേരോടിന്റെ മകൻ തന്നെ പറയും, നമ്മൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ മുസ്ലിയാക്കന്മാരുടെ ഫിത്നയിൽ നിങ്ങൾ വിട്ടുപോകരുത്. ഈ പേരോടക്കമുള്ള ആളുകൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കസ്സാബൂന എന്ന് പറയുന്ന ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പേരോട് തന്നെ പ്രസംഗിക്കുന്ന വഹാബ് സക്കാഫി ഒക്കെ പ്രസംഗിക്കുന്ന നമ്മൾ കാണാറുണ്ടല്ലോ. നിങ്ങളൊക്കെ കേട്ടതാണല്ലോ. അതിലെന്താണ് പറയുന്നത്? ജനങ്ങളെ കബളിപ്പിക്കുന്ന ആളുകൾ എന്നാണല്ലോ. ആഖിർ സമാനിൽ ഒരുപാട് ദജ്ജാലുകൾ വരും. അങ്ങനെയുള്ള ദജ്ജാലുകൾ പെട്ടതാണ് ഈ പുരോഹിതന്മാർ എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇവരുടെ ഫിത്നയിൽ നിങ്ങൾ പെട്ടുപോകരുത്. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.